ഹലോ ഗായ്സ്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫോറസ്റ്റിലാണ് ഇപ്പോൾ. മുണ്ടക്കയത്തിൽ നിന്നും പുഞ്ചവയലിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഫോറസ്റ്റാണിത്. ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് കാട്ടുപോത്തും കാട്ടുപന്നിയൊക്കെ ഉള്ളൊരു ഫോറസ്റ്റാണിത്. ആൾസഞ്ചാരം ഉള്ളതുകൊണ്ട് അത്ര പേടിക്കാനില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പാത്തു പറഞ്ഞു അവളും വരുന്നെന്ന്. അപ്പോൾ അവളെയും കൂടെ കൂട്ടി. പക്ഷികളെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടെ കുറേ പക്ഷികളുണ്ടെന്ന് പറയുന്നത് കേട്ടു. കുറേ പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ബുൾബുളിൻ്റെയും വാനമ്പാടിയുടെയും ട്രൂങ്കോടെയൊക്കെ. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ് കേട്ടോ. കൂറമുള്ള് പൂത്തു നിൽക്കുന്നത് കണ്ടോ, എന്ത് ഭംഗിയാ. ഏഷ്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ചെടിയാണ് കൂറമുള്ള്. ഇതിൻ്റെ വിത്ത് വർഷങ്ങളോളം മണ്ണിൽ സുരക്ഷിതമായി കിടക്കും. കുറേ പക്ഷികളുണ്ട് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കൂട്ടിന് വാപ്പയും ഉണ്ട്. എങ്ങനെയുണ്ട് പ്ലേസ്? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? എന്തായാലും കിട്ടി. ഏതിനെ? മഞ്ഞക്കറുപ്പൻ കിട്ടിയല്ലേ? കണ്ടോ ആ ഇലയുടെ ഇടയിൽ ഒരു മഞ്ഞക്കറുപ്പൻ ഇരിക്കുന്നത്? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു മഞ്ഞക്കറുപ്പനെ കുറിച്ച്. അത് മഞ്ഞക്കറുപ്പൻ്റെ കുഞ്ഞായിരുന്നു, നല്ല കളറൊന്നും വെക്കാത്ത. ഇത് അഡൾട്ട് ബേഡാണ്, നല്ല കളറൊക്കെ വെച്ച. മഞ്ഞക്കറുപ്പിനെ കുറിച്ച് ഞാൻ വിശുദ്ധമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. താഴെ നോക്കിയപ്പോൾ 2 പൂത്താങ്കിരി കിളിയും ഇരിപ്പുണ്ട്. പൂത്താങ്കിരിയെക്കുറിച്ച് വിശുദ്ധമായി മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. നോക്കിയേ, ഒരു കുഞ്ഞു കിളി ഇവിടെ ഇരിക്കുന്നത് കണ്ടോ? അതിനെ കണ്ടിട്ട് ബ്രൗൺ ക്യാപ്പിഡ് പിഗ്ബി വുഡ്പക്കർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന തണ്ടാ മരംകൊത്തിയാണെന്ന് തോന്നുന്നു. കേരളത്തിൽ കാണുന്ന മരംകൊത്തിയിലെ ഏറ്റവും ചെറിയ മരംകൊത്തിയാണ് തണ്ടാ മരംകൊത്തി. എൻ്റെ ചെറിയ അറിവിൽ നിന്നും ഞാനിത് പറഞ്ഞതാണേ. നിങ്ങൾക്കെന്തെങ്കിലും അറിയാമെങ്കിൽ ഷെയർ ചെയ്യുക. ഒരുപാട് ദൂരമാണ് ആ കിളിയിരുന്നത്. വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ട്. കണ്ടോ, അവനോട് ഇരിപ്പുണ്ട്. തൊട്ടിപ്പുറത്തെ മരത്തിൽ കുറേ കുരുവികളെ കണ്ടിട്ട് വെള്ളക്കണ്ണിക്കുരുവിയാണെന്ന് തോന്നുന്നു. അവരൊരു കൂട്ടമുണ്ട്. ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തായാലും നല്ല രസമുള്ള കാഴ്ചയാണ്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ കൂടി യാത്ര ചെയ്തു. അവിടെ ഞങ്ങളൊരു മലയണ്ണാനെ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അവൻ ഇരിക്കുന്ന കണ്ടോ? പിന്നെയും ഞങ്ങൾ കുറേ കൂടി യാത്ര ചെയ്തു. അവിടെ നല്ലൊരു പുഴ കണ്ടു. നല്ല തെളിഞ്ഞ വെള്ളം. എന്ത് രസം അവിടെ ഇരിക്കാൻ. പ്രകൃതിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയ നല്ലൊരു ദിവസമായിരുന്നു. ശബരിമല സീസൺ ആയതുകൊണ്ട് കാടിൻ്റെ സൈഡിൽ കുറേ മാടക്കടകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല ഉപ്പും മുളകും ഇട്ട നല്ല അടിപൊളി പൈനാപ്പിൾ കഴിച്ചു. പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.